ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ആദർശിൻ്റെ അച്ഛൻ നാനയുടെ അമ്മയോട് പറയാണ്, അതായത് അവൻ എന്നെയും അതിൽ കൂടുതൽ മുത്തശ്ശനെയും ഫോളോ ചെയ്ത് നടക്കുന്ന ഒരാളാണ്. പക്ഷേ കുഞ്ഞുനാളിൽ അസുഖക്കാരനായ അവനെ താലോലിച്ച് വളർത്തിയ അമ്മയെ അവൻ മറ്റാരേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തെ അമ്മമാർ മുതലെടുക്കുമ്പോൾ നമ്മൾ ഇതുപോലുള്ള പരീക്ഷണങ്ങൾ കൊടുക്കണം. എങ്കിലേ ജീവിതത്തിനൊരു അടിത്തറ ഉണ്ടാക്കാൻ പറ്റൂ. അത് ശരിയാ, നാനയുടെ അമ്മ പറയാണ്. അപ്പോൾ അച്ഛൻ വീണ്ടും പറയാണ്, ഇനി അനന്തപുരി തറവാടിൻ്റെ അവകാശിയാകാൻ പോകുന്നത് നയനയും ആദർശുമാണ്. ആദർശമോന് അതിനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട്. എൻ്റെ അച്ഛനെയും അമ്മയെയും പോലെ ജീവിക്കേണ്ടവരാ ആദർശും നയനയും. അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ ചെറിയ അകലവും വിഷമമൊന്നും നമ്മൾ കണക്കിലെടുക്കണ്ട. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ പോട്ടെ അല്ലേ എന്ന് കനക പറയാണ്. അത് പറഞ്ഞ് കനക അവിടെ നിന്ന് പോയി. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശന് തൈലിട്ട് കൊടുക്കുകയാണ് മുത്തശ്ശി. മുത്തശ്ശൻ പറയാണ് മുത്തശ്ശിയോട്, മോള് പോയതോടെ തനിക്ക് വലിയ ബുദ്ധിമുട്ടായി അല്ലേ? ഇതൊക്കെ മോള് ചെയ്തുകൊണ്ടിരുന്നതാ മുത്തശ്ശി, അതൊന്നും സാരമില്ല. കുറച്ച് ദിവസം മോളവിടെ നിൽക്കട്ടെ, എല്ലാവരും ഒന്ന് പഠിക്കട്ടെ. അത് തന്നെയാണ് എൻ്റെയും തീരുമാനം. അപ്പോഴേക്കും ആദർശ് അവിടെ വന്നു. ഞാൻ ഇവിടെ നിന്ന് പോയ ശേഷം അവൾ ചെയ്തിരുന്ന പല കാര്യങ്ങളും മുത്തശ്ശി ഏറ്റെടുത്തു അല്ലേ? അവളിവിടെ വരുന്നതിന് മുമ്പേ ഇതൊക്കെ ചെയ്തിരുന്നത് ഞാനല്ലേ മോനെ? അല്ല, അവളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് അവിടെ നിർത്താനല്ലല്ലോ. അതുകൊണ്ട് മുത്തശ്ശിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവളെ വിളിച്ച് പറ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ അവരുടെ വീട്ടിൽ പോകാറില്ലേ? സാധാരണ പെൺകുട്ടികളെയും കൊണ്ട് ഭർത്താക്കന്മാരാ പോകാറ്. എന്നിട്ട് അവിടെ 1-2 ദിവസം താമസിക്കാറും ഉണ്ട്. ഇവിടെ അത് നടന്നിട്ടില്ല. പിന്നെ മോൾക്ക് മോളുടെ വീട്ടിൽ പോയി നിന്നൂടെ? എനിക്ക് അവൾ അവിടെ നിൽക്കുന്നതിനൊരു കുഴപ്പമില്ല. പിന്നെ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെയൊക്കെ ബുദ്ധിമുട്ട് കാണുമ്പോൾ ഒരു പ്രയാസം. മുത്തശ്ശൻ പറയാണ്, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, എനിക്കൊരു കുഴപ്പമില്ല, ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാ. അത് മനസ്സിലായി. അല്ല, അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത്? എന്നെ കണ്ടിട്ട് വിഷമമുള്ളതായിട്ട് മുത്തശ്ശിക്ക് തോന്നിയോ? അപ്പം മുത്തശ്ശൻ, ഏയ് നിനക്കൊരു കുഴപ്പമില്ല, നീ ഇപ്പോൾ പറഞ്ഞതാ സത്യം, നീ ഭയങ്കര ഹാപ്പിയാ. അവൾ ഭയങ്കര അഹങ്കാരിയാ. എന്നോട് പോലും ഒരു വാക്ക് പറയാതെയാ ഇളയമ്മയുടെ കൂടെ കല്യാണം വിളിക്കാൻ പോയിട്ട് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഒരുത്തിയെ ഒരു കാരണവശാലും മുത്തശ്ശനോ മുത്തശ്ശിയോ വിളിക്കാൻ പാടില്ല. മുത്തശ്ശി, അപ്പോൾ വിളിക്കണമെന്നിപ്പോൾ പറഞ്ഞതോ? അത് ഞാൻ പറഞ്ഞില്ലേ, മുത്തശ്ശിയുടെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ പറഞ്ഞതാ. അപ്പം മുത്തശ്ശൻ ചോദിക്കാണ്, നിനക്കിപ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഇപ്പോഴാണ് ശരിക്കും നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നത്. ഞാനാണെങ്കിൽ കൂർക്കം വലിച്ചാണ് ഉറങ്ങുന്നത്. അപ്പോൾ അത് ശരി, അപ്പോൾ നിൻ്റെ കൂർക്കം വലി ഇതുവരെ മാറിയില്ല അല്ലേ? അപ്പം മുത്തശ്ശി, അതുകൊണ്ടായിരിക്കും ആ കൊച്ചു പോയത്. മുത്തശ്ശനും തലയാട്ടി. അതിന് ഉറക്കം കാണത്തില്ല ചിലപ്പോൾ. അങ്ങനെ അവൾ പറഞ്ഞോ? അല്ല, എനിക്ക് നേരത്തെ കുറച്ച് കൂർക്കം വലിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ഇപ്പം മാറി. അപ്പം മുത്തശ്ശൻ, അങ്ങനെ എന്തോ ഇടയ്ക്ക് മോള് പറഞ്ഞായിരുന്നു അല്ലേ, ഇവൻ്റെ കൂർക്കം വലി കാരണം മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന്? പറഞ്ഞതായിട്ട് എനിക്കും തോന്നുന്നു. അപ്പോൾ ആദർശ മനസ്സിൽ ചിന്തിക്കുകയാണ്, ആ രോഗം ഇതുവരെ മാറിയില്ലേ? എന്നാൽ അവൾക്കത് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ മുത്തശ്ശൻ പറയാണ്, എന്തായാലും മോള് നമ്മളെ വിളിക്കുമ്പോഴൊക്കെ നല്ല ഹാപ്പിയാ. അപ്പം മുത്തശ്ശിയും പറയാണ്, അതെ ഭയങ്കര സന്തോഷത്തിലാണ് മോള് സംസാരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മൾ കുറച്ച് ദിവസം ബുദ്ധിമുട്ടിയാലും മോള് കുറച്ച് സന്തോഷത്തോടെ അവിടെ നിൽക്കട്ടെ എന്ന് കരുതും. അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ കെട്ടിക്കിടക്കുന്ന സ്വഭാവമൊന്നും ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്കില്ല. അവർ കുറച്ച് ഫ്രീയാ. അങ്ങനെ നടന്നിരുന്ന ആളാ നയനമോള്. സ്വന്തമായിട്ട് അവൾക്കൊരു കടയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം അതിനൊരു സ്വാതന്ത്ര്യം ഇല്ലാതായി. എന്നാൽ അങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ലാത്ത കുട്ടിയാണോ നയനമോള്? എടാ, നമ്മളെ കമ്പനിക്ക് തന്നെ കോടികളുടെ ഓർഡറല്ലേ അവൾ കാരണം കിട്ടിയത്. അവൾ വരക്കുമ്പോഴുള്ള ഒരു ഡിസൈൻ നമ്മളെ വീട്ടിൽ ആർക്കെങ്കിലും വരക്കാൻ പറ്റുമോ? നീ അതിൻ്റെ കുറച്ച് ക്ലാസ്സിനൊക്കെ പോയതല്ലേ, പിന്നെ ഇവിടെ വരക്കാൻ പഠിച്ചത് കുറച്ച് അഭിയേ ഉള്ളൂ. എന്നിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും മോള് വരക്കുന്നത് പോലെ വരക്കാൻ പറ്റുമോ? പറ്റില്ല. എന്നിട്ട് എന്താ ചെയ്തത്? അവളെ അടുക്കളയിൽ ഒതുക്കി. അപ്പോൾ പിന്നെ മോള് സ്വാതന്ത്ര്യം ആഗ്രഹിക്കില്ലേ? ചുരുക്കി പറഞ്ഞ മുത്തശ്ശനും മുത്തശ്ശിക്കും അവൾ പോയത് നന്നായി എന്ന അഭിപ്രായം. മുത്തശ്ശൻ, അതെങ്ങനെ അഭിപ്രായപ്പെടാനാ? നയന മോൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴുള്ള വെളിച്ചം ഇപ്പോൾ ഈ വീട്ടിലുണ്ടോ? അപ്പം മുത്തശ്ശിയും പറയാണ്, അതെ ഇപ്പോൾ കറുത്ത വാവ് വന്നതുപോലെയാ ഏത് ദിവസവും ഈ വീട്ടിനകത്ത്. ഭക്ഷണത്തിന് പോലും ഒരു രുചിയും ഇല്ല.
ആ ആ ഇതാ ഞാൻ പറഞ്ഞത്, അവളെ വേണമെങ്കിൽ പോയി തിരിച്ചു വിളിക്കാം. അപ്പം മുത്തശ്ശൻ, ഞങ്ങൾ എന്തായാലും തിരിച്ചു വിളിക്കാൻ പോകുന്നില്ല, നീ വേണമെങ്കിൽ പോയി വിളിക്ക്. അപ്പോൾ ആദർശം പറയാണ്, ഞാൻ എന്തായാലും പോയി വിളിക്കാൻ പോകുന്നില്ല. ആദർശ് പോയപ്പോൾ മുത്തശ്ശൻ പറയാണ്, തനിക്ക് കാര്യം മനസ്സിലായോ? അവന് നയനമോളില്ലാതെ പറ്റുന്നില്ല. നമ്മളെ കൊണ്ട് വിളിപ്പിക്കാനുള്ള അടവാ. അപ്പം മുത്തശ്ശി, നമ്മൾ ഒരിക്കലും വിളിക്കരുത്. കുറച്ച് നാൾ മാറി നിൽക്കുമ്പോൾ അവൻ നയനമോളുടെ വില ശരിക്കും മനസ്സിലാക്കും. പിന്നെ ആദർശ് നേരെ പോയത് അമ്മയുടെ മുറിയിലേക്കാണ്. അമ്മേ 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 എണീക്കമ്മേ. എന്താ? മനുഷ്യനെ ഒന്ന് കിടന്നുറങ്ങാനും സമ്മതിക്കില്ലേ? എന്തിനാ ഇപ്പം എന്നെ വിളിച്ചേ? അതമ്മേ, ഇന്നലെ 10-12 മണിയായി ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് കിടക്കാൻ. ആ സമയത്ത് നല്ല തലവേദനയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉറക്കവും വന്നില്ല. ഇപ്പോഴാണ് ഒന്ന് മയങ്ങിയത്. അമ്മേ, സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞു. 8 മണി കഴിഞ്ഞോ? എന്നിട്ട് നീ എന്താ എന്നെ ഇത്രയും നേരമായിട്ട് വിളിക്കാതിരുന്നേ? ഇപ്പോൾ വിളിച്ചപ്പോൾ തന്നെ ഇതവസ്ഥ. പിന്നെ നേരത്തെ വിളിച്ചിരുന്നെങ്കിലോ? നേരെ ഇവിടെയില്ല. ആ നിലയ്ക്ക് അവളുടെ അമ്മ അടുക്കളയിൽ കയറുമ്പോൾ തടയാത്തതാ നല്ലത്. അതൊന്നും വേണ്ട. എന്തിനാ അവൾ അടുക്കളയിൽ കയറുന്നേ എന്ന് പറഞ്ഞ് അവർ കട്ടിൽ നിന്ന് എണീറ്റു. അവളും അവളുടെ മോളും ഒന്നും ഇവിടെ വേണ്ട. എനിക്കറിയാം എല്ലാം ഉണ്ടാക്കാൻ. അത് പിന്നെ 8 മണിക്കെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതല്ലേ. എന്ത് ചെയ്യാനാ? ആ ബോധം ഉണ്ടെങ്കിൽ ഒരു 6 മണിക്കെങ്കിലും നീ എന്നെ വിളിക്കണ്ടേ? അമ്മ തലവേദനയായിട്ട് വൈകിയല്ലേ ഉറങ്ങിയതെന്ന് പറഞ്ഞത്. പിന്നെ ആ സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ തലവേദന കൂടില്ലേ? എടാ, എൻ്റെ ഏറ്റവും വലിയ തലവേദന നിൻ്റെ ഭാര്യയാ. അതിനപ്പുറം ഒരു വേദനയും എനിക്കില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും നീ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ എണീറ്റ് അടുക്കളയിൽ കയറിയേനെ. ഇതിപ്പോൾ എനിക്ക് പേരുദോഷം കേൾപ്പിക്കാനായിട്ട് അവർ അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ആദർശ് ചിന്തിക്കുകയാണ്, അവളില്ലാത്തത് ഈ ഒരു തരത്തിൽ എല്ലാവർക്കും വിഷമമായിട്ടുണ്ട്. ദേവയാനി അടുക്കളയിലേക്ക് വരുമ്പോഴേക്കും കനക അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് എണ്ണ കാച്ചുകയാണ്. അവർ വന്ന് ചോദിക്കുകയാണ്, ഡി, നിന്നോടാരാ അടുക്കളയിൽ കയറാൻ പറഞ്ഞേ? അല്ല, അത് അടുക്കളയിൽ കയറിയില്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് തോന്നി. രാവിലത്തെ പാചകമൊക്കെ കഴിഞ്ഞു. ഇവിടെ എല്ലാവരും 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരല്ലേ. ഈ സമയത്ത് എണീറ്റ് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ 10 മണി കഴിഞ്ഞാലും ആർക്കും ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല. അതുപോലെ ആദർശ് മോൻ്റെ തലയിൽ തേക്കുന്ന എണ്ണ തീർന്നുപോയി. മോനുള്ള എണ്ണയാണ് ഞാനിപ്പോൾ കാച്ചിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ പാത്രമെങ്കിലും ഞാൻ കഴുകി വെക്കാമെന്ന് പറഞ്ഞതാണല്ലോ. എന്നിട്ട് അതിന് പോലും സമ്മതിച്ചില്ല. എല്ലാം കഴിഞ്ഞ് കിടന്നപ്പോൾ വൈകിപ്പോയി അല്ലേ? നീ കളിയാക്കണ്ട. ഒരുപാട് നാളുകൾക്ക് ശേഷം അടുക്കള പണിയും വീട്ടുപണിയും ഒക്കെ ചെയ്യുന്നത് അതിൻ്റെയാ. അതുകൊണ്ട് കുറച്ച് ക്ഷീണമുണ്ട്. എന്ന് വെച്ച് ഇനിയുള്ള ദിവസം അങ്ങനെ ആവണം എന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ചെറിയ വീടല്ല, വളരെ വലിയ വീടാ. 3-4 പേര് ഒരുമിച്ച് പണിയെടുത്താലും ഇവിടുത്തെ ജോലികൾ തീരില്ല. അതാ എൻ്റെ നയനമോള് ഒറ്റയ്ക്ക് ചുമലിലേറ്റിക്കൊണ്ട് നടന്നത്. അന്ന് സഹായത്തിന് പോലും ആരും നിന്നിട്ടില്ല. പിന്നെ അവൾക്ക് ജോലി ചെയ്യാൻ മടിയില്ലാത്തത് കൊണ്ട്, അവൾ ചെറുപ്പമായതുകൊണ്ട് ക്ഷീണമൊന്നും അറിഞ്ഞില്ല എന്ന് മാത്രം. രാത്രി 10 മണിക്ക് അടുക്കള പണിയെല്ലാം കഴിഞ്ഞിട്ട് കിടക്കുന്ന എൻ്റെ മോളെ രാവിലെ 4 മണിക്ക് അല്ലെങ്കിൽ 4:30 കഴിയുമ്പോൾ അവൾ എഴുന്നേൽക്കും. അതൊക്കെ അറിയോ ദേവയാനിക്ക്? നീ മോളെ കൂടുതൽ പുകഴ്ത്തൊന്നും വേണ്ട. അവളാണ് ഈ വീടിൻ്റെ ഐശ്വര്യം, മഹാലക്ഷ്മി എന്നൊന്നും പറയുകയും വേണ്ട. അവളെ ഈ വീട്ടിന് ഇനി ആവശ്യവും ഇല്ല. അത്രയും നീ മനസ്സിലാക്കിയാൽ മതി. എൻ്റെ മോനും അതുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ പൊരുത്തപ്പെട്ടു എന്ന് എനിക്ക് സംശയമുണ്ട്. സ്വന്തം മോന് കാച്ചിയ എണ്ണ വേണമെന്ന് പോലും അമ്മയ്ക്കറിയില്ല. നിൻ്റെ മോള് ഇവിടെ വരുന്നതിന് മുമ്പ് അവൻ കാച്ചിയ എണ്ണ തേച്ച് കൊണ്ടല്ല കുളിച്ചിരുന്നത്. അന്ന് ഇവിടെ ജോലിക്കാരുണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യാൻ. അല്ലാതെ ആദർശ് മോൻ്റെ അമ്മയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം നോക്കി നടന്നിരുന്നെങ്കിൽ ഒരിക്കലും അതൊന്നും മറക്കില്ലായിരുന്നു. ഇന്നലെ തന്നെ കാച്ചിയ വെളിച്ചെണ്ണ കുപ്പിയിലാക്കി വെച്ചേനെ. അമ്മമാരുടെ പ്രാധാന്യം മക്കൾ അറിയുന്നത് അവർ കല്യാണം കഴിച്ച് കുടുംബമായിട്ട് കഴിയുമ്പോഴാണ്. അതുവരെ ആരും ഒന്നും അറിയില്ല. അമ്മയ്ക്കെന്താ ഇത്ര ഭാരിച്ച പണി എന്നൊക്കെയായിരിക്കും ആ സമയത്ത് ചോദിക്കുന്നത്. അതുപോലെ തന്നെയാ ഇവിടെയും. നീ കൂടുതൽ സംസാരിക്കണ്ട. ഇനിയുള്ള പണികളൊക്കെ ഞങ്ങൾ ചെയ്തോളാം. ശരി, ഇനിയിപ്പോൾ ഉച്ചഭക്ഷണം റെഡിയാക്കിയാൽ മതി. ശൈലജയാണെങ്കിലോ സുഖമായിട്ട് സോഫയിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ വന്നിട്ട് പറയാണ്, ദേവയാനി, ഇവളെ കിടത്തം കണ്ടില്ലേ? എടി ജലജെ, എന്തൊരു ഉറക്കാടി ഇത്. ദേ, ഒരു കാര്യം ഏറ്റെടുത്താൽ അത് കൃത്യമായിട്ട് ചെയ്യാൻ പഠിക്കണം. സമയം എത്രയായിരുന്ന നിൻ്റെ വിചാരം? അയ്യോ, ഇന്നലത്തെ കാര്യം ഏട്ടത്തിക്ക് അറിയാലോ. ജോലി ചെയ്ത് മനുഷ്യൻ്റെ നടുവൊടിഞ്ഞു. എൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. എൻ്റെ നടുവിന് മാത്രമല്ല, തലയ്ക്കും ഉണ്ട് പ്രശ്നം. അത് പിന്നെ നേരത്തെ ഉണ്ടല്ലോ.
എന്താ എന്താ പറഞ്ഞേ? അല്ല, തലവേദന നേരത്തെ ഉണ്ടല്ലോ. ഏട്ടത്തിക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാറുണ്ടായിരുന്നല്ലോ. പണി ചെയ്യാതിരുന്നിട്ട് ചെയ്ത ആൾക്കാരാ നമ്മൾ, അപ്പോൾ അതിൻ്റെ ക്ഷീണം ഉണ്ടാവും എന്നും പറഞ്ഞ് തോറ്റു കൊടുക്കാൻ പറ്റുമോ? എൻ്റെ ഏട്ടത്തി, ഒരുത്തിയെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നത് നമ്മളിങ്ങനെ കഷ്ടപ്പെടാനാണോ? പോരാത്തതിന് അവളുടെ അമ്മയും ഇവിടെയില്ലേ? അവർക്കൊക്കെ വെച്ച് വിളമ്പലാണോ നമ്മളെ പണി? എന്നാൽ പിന്നെ നിനക്കത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഒരു വാശിയോടെ എല്ലാം എടുത്തിട്ട് ഇപ്പം എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? പെട്ടെന്ന് വാ, ഉറങ്ങിയതൊക്കെ മതി. ഏട്ടത്തി, ഇതുപോലെ പടപണ്ടാരം പോലെ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് ജോലി നമുക്ക് ചെയ്യാൻ പറ്റുമോ? കുറച്ച് ദിവസം ഇതുപോലെ മുന്നോട്ട് പോയാൽ നമ്മൾ വടിയാകും. എന്നാലും കുഴപ്പമില്ല, ഏറ്റെടുത്ത ജോലി കൃത്യമായിട്ട് ചെയ്തു തീർക്കണം. അതെൻ്റെ ഒരു വാശിയാണ്. ഞാൻ കരുതി ഏട്ടത്തി ഇന്നത്തോടെ ഇതെല്ലാം അവസാനിപ്പിക്കും എന്നാ. നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിന് ടേസ്റ്റ് ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മളിനി അടുക്കളയിൽ കയറണ്ട എന്ന് ഇവിടെയുള്ളവർ പറയുമെന്നാണ് ഞാൻ കരുതിയത്. അതെല്ലാം പാളിപ്പോയല്ലോ ഏട്ടത്തി. ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. എനിക്കാണെങ്കിൽ രാവിലത്തെ ഒരു ക്ഷീണമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല. എൻ്റെ സഹായത്തിന് മാത്രം വന്നാൽ മതി. പെട്ടെന്ന് വാ. ഏട്ടത്തി, കഴിഞ്ഞ ജന്മത്തിൽ ജോലി ചെയ്യാതെ ഒരുപാട് സുഖിച്ചിട്ടുണ്ട്. അതാ ഈ ജന്മത്തിൽ ഇങ്ങനെയൊക്കെ പറ്റുന്നത്. മീനാക്ഷിയെ പറഞ്ഞു വിട്ടതും ഏട്ടത്തിയാണ്. അതിന് ഞാനവളെ പറഞ്ഞു വിട്ടിട്ടില്ലല്ലോ. എന്നാലും എന്നും വന്നുകൊണ്ടിരുന്നവളിപ്പോൾ വല്ലപ്പോഴും ആയില്ലേ. ആര് തെറ്റ് ചെയ്താലും ഞാൻ പ്രതികരിക്കും. അതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി. വാ. ജലജയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ജലജ പുറകിൽ നിന്നും എന്നാക്കാണ്. പിന്നെ ആദർശ് ലാപ്ടോപ്പ് എടുത്ത് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കാച്ചിയ എണ്ണയുമായിട്ട് കനക വരികയാണ്. എന്നിട്ട് പറയുന്നു, ആദർശ് മോനെ, ഇതാ കാച്ചിയ എണ്ണ. അല്ല, ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും മോൻ്റെ അമ്മച്ചിയും അപ്പച്ചിയും ചെയ്യാമെന്നല്ലേ പറഞ്ഞത്? പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോവാണ് അല്ലേ? ആ, കുറേ കാലമായില്ലേ ഇതൊക്കെ ചെയ്തിട്ട്. ആ, അതുകൊണ്ട് മറന്നുപോയി കാണും. ശരി ശരി എന്ന് പറഞ്ഞ് അവർ പോയി. പുറകിൽ നിന്നും ആദർശിൻ്റെ അമ്മ വന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, എടാ, എന്താ അവൾ പറഞ്ഞിട്ട് പോയേ? ആ, അമ്മ കാച്ചിയ എണ്ണയായിട്ട് വന്നതാ. ഇതൊന്നും നയനയോട് പറയേണ്ട കാര്യമില്ലായിരുന്നു. അവളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തേനെ. എന്നാൽ പിന്നെ അവളെ ഇങ്ങ് വിളിച്ചൂടെ? അവളെ നീ കെട്ടിക്കൊണ്ട് വന്നത് അവളുടെ വീട്ടിൽ നിർത്താനല്ലല്ലോ. എന്നാൽ പിന്നെ അമ്മയ്ക്ക് അങ്ങ് വിളിച്ചൂടെ? ഞാനാണോ നിൻ്റെ ഭാര്യയെ വിളിക്കേണ്ടത്? നീയല്ലേ. അപ്പോൾ കനക അപ്പുറം മാറി നിന്നിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഇവർ പറയുന്നത്. അല്ല, നയന ഇവിടെ വന്നാലും അവൾക്ക് മരുമകളുടെ സ്ഥാനമൊന്നും അമ്മ കൊടുക്കില്ലല്ലോ. അത് ശരി, അതുകൊണ്ടാണോ അവൾ വീട് വിട്ട് പോയത് നമ്മളോടൊന്നും പറയാതെ? അല്ല, അവൾ പോയി കഴിഞ്ഞപ്പോൾ അമ്മയും അപ്പച്ചിയും വീട് നോക്കിക്കോളാമെന്ന് വാശിയോടെ പറഞ്ഞതാണല്ലോ. പിന്നെ ഇപ്പം അവളെ വിളിക്കാൻ പറയുന്നത് എന്തിനാ? ഇപ്പം ഇവിടെ ഒരു ജോലിക്കാരിയില്ല. ഞാൻ അവൾക്കൊരു ജോലിക്കാരിയുടെ പോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ആ, എന്നാൽ പിന്നെ മീനാക്ഷിയോട് എല്ലാ ദിവസവും വരാൻ പറ. അപ്പം പിന്നെ ഈ പ്രശ്നം അങ്ങ് തീരുമല്ലോ. അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും എന്നെ കിട്ടില്ല. നയനയും മീനാക്ഷിയും ഒന്നും ഇല്ലെങ്കിലും ഈ വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് നന്നായിട്ടറിയാം. അവളുമാരൊക്കെ അവളുടെ പാട്ടിന് പോയിക്കോട്ടെ. പിന്നെ എന്തിനാ അമ്മ വന്ന് പറഞ്ഞത് അവളെ വിളിക്കണമെന്ന്? അത് ഞാൻ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കാനാണ് പറഞ്ഞത്, അല്ലാതെ എനിക്ക് വേണ്ടിയല്ല. എടാ, അവൾ ഡിമാൻഡ് ഇടുക. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് കനക പോയി. പല തവണ പുറത്താവാൻ അവസരമുണ്ടായിട്ടും ആ സമയത്ത് ഇവിടെയുള്ളവർ അവളെ നിർബന്ധിച്ച് ഇവിടെ പിടിച്ചു നിർത്തി. അതുകൊണ്ടെന്താ, അവൾക്കൊരു ധാരണയുണ്ട് അവളെ എല്ലാവരും അങ്ങോട്ട് ചെന്ന് വിളിക്കുമെന്ന്. അതിൻ്റെ ഒരു ധാർഷ്ട്യവും അഹങ്കാരവും അവളീ കാണിക്കുന്നത്. എടാ, അർഹതയില്ലാതെ കയറി വന്നവൾ നമ്മളെ ഇട്ട് വീണ്ടും വീണ്ടും പാവ കളിപ്പിക്കുക. അമ്മ പോയപ്പോൾ ആദർശ് ചിന്തിക്കുക, എന്തൊക്കെ പറഞ്ഞാലും അമ്മയ്ക്ക് ജോലി ചെയ്യുന്നതിൻ്റെ വിഷമമുണ്ട്. അവളെ ഇങ്ങ് വിളിച്ചാലോ? ഞാൻ പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് അവളെ വിളിച്ചു. നയന ഫോൺ എടുത്തിട്ട് ചോദിക്കുകയാണ്, നമ്പർ തെറ്റി വിളിച്ചതാണോ? ആ അല്ല, ഞാൻ നിന്നെ തന്നെ വിളിച്ചതാ. മീനാക്ഷി ചേച്ചി ഇവിടെ ഇല്ല. അവരിപ്പോൾ വല്ലപ്പോഴും കൂടിയാണ് വരുന്നത്. അതറിഞ്ഞു വെച്ചിട്ടല്ലേ നീ ഇവിടുന്ന് പോയത്? മീനാക്ഷി ചേച്ചിക്ക് പകരക്കാരിയാവാനേ ഇനി എന്നെ കിട്ടില്ല. എനിക്കൊരു ജോലിക്കാരുടെ പോസ്റ്റ് വേണ്ട. ഒരു ഭാര്യയുടെ, ഒരു അമ്മായിയമ്മയുടെ, ഒരു മരുമകളുടെ പോസ്റ്റ് മതി. ഉടനെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. എന്നാ ഉടനെ ഒന്നും ഞാൻ വരുന്നതുമില്ല. എന്തിനാ പിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? അത് വെറുതെ വിളിച്ചതാ, നിൻ്റെ മനസ്സിൽ എന്താണെന്നറിയാൻ വേണ്ടി. അവിടെ സ്ഥിരമായിട്ട് നിൽക്കുവാണെങ്കിൽ സന്തോഷം. അതെ, അത് പറയാൻ വേണ്ടിയിട്ട് ഇനി ഇങ്ങോട്ടേക്ക് വിളിക്കണ്ട. എത്ര ദിവസം ഇവിടെ നിൽക്കണമെന്ന് എനിക്കറിയാം. എന്നാൽ സ്ഥിരമായിട്ട് അവിടെ നിന്നോ. എന്നോട് ഇന്നത് ചെയ്യണമെന്ന് ആജ്ഞാപിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെനിക്കറിയാലോ എന്ന് പറഞ്ഞവൾ ഫോൺ കട്ട് ചെയ്തു.
അവനും ഛേ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് എന്നിട്ട് പറയാണ് അവളുടെ കോർട്ടിലാണ് പന്ത് കിടക്കുന്നത്. അവളുടെ ഇഷ്ടം പോലെ അവൾക്ക് അത് തട്ടിക്കളിക്കാം. അവൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ കാര്യങ്ങൾ ആകെ പ്രശ്നത്തിലാകും. പിന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. കനക വെച്ചുണ്ടാക്കിയതുകൊണ്ട് കനക തന്നെയാണ് എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നത്. ബാക്കി എല്ലാവരും അവിടെ ഇരുന്നിട്ടാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ആദർശ് എടുത്ത് കഴിച്ചപ്പോൾ കനക ചോദിക്കുകയാണ്, രുചിയുണ്ടോ മോനെ? അച്ഛനും വായിലിട്ട് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി, നല്ല സന്തോഷമായി. അതിനുശേഷം മുത്തശ്ശനും മുത്തശ്ശിയും വരികയാണ്. മുത്തശ്ശൻ ചോദിക്കുകയാണ്, ഇന്നെന്താ രണ്ടാളും നേരത്തെ ഇരുന്നത്? അതായത് ആദർശിൻ്റെ അമ്മയും അപ്പച്ചിയും. അപ്പോൾ കനക പറയാണ്, അവരിരുന്നോട്ടെ സാറേ, ഞാനാ ഇന്ന് കാലത്ത് ഭക്ഷണം ഉണ്ടാക്കിയത്. കനക അടുക്കളയിൽ കയറണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ കയറിയത്? ഉടൻ ജലജ പറയാണ്, ഞങ്ങൾ എണീറ്റപ്പോൾ കുറച്ച് താമസിച്ചു പോയി അച്ഛാ. ഇന്നലെ കിടന്നപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞില്ലേ? ചെയ്യാത്ത ജോലിയല്ലേ? ചെയ്യാത്ത ചെയ്തതുകൊണ്ട് ഏട്ടത്തിക്ക് ഭയങ്കര നടുവേദനയും തലവേദനയും ഒക്കെ ആയിരുന്നു. എനിക്ക് മാത്രമല്ല നിനക്കും അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ മുത്തശ്ശി ഒന്ന് മുത്തശ്ശനെ നോക്കി. ഞാനല്ലേ നിന്നെ വിളിച്ചുണർത്തിയേ? അപ്പം മുത്തശ്ശൻ, ആദ്യമൊക്കെ അങ്ങനെ സംഭവിക്കും, എന്ന് വെച്ച് മടി പിടിച്ചിരിക്കാൻ പാടില്ല. കനകേ, നീ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് തെറ്റായിപ്പോയി. അയ്യോ, ഇവർ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. അയ്യോ. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയാണ്, ഏതായാലും കനക അടുക്കളയിൽ കയറിയതുകൊണ്ട് ഭക്ഷണം തിരക്കിടില്ല. അപ്പോൾ ആദർശിൻ്റെ അമ്മ പറയാണ്, അങ്ങനെയാണ് എല്ലാവരുടെയും അഭിപ്രായമെങ്കിൽ ഞങ്ങളിനി അടുക്കളയിൽ കയറുന്നില്ല. അപ്പം മുത്തശ്ശൻ, ഭക്ഷണം കുറച്ച് കുഴപ്പമായാലും സാരമില്ല, ഇപ്പോൾ തുടർന്ന് പോകുന്നത് പോലെ തന്നെ തുടർന്ന് പോയാൽ മതി, നയന മോള് വരുന്നത് വരെ. അപ്പോൾ ജലജ പറയാണ്, അവൾ വരുന്നത് വരെ നമുക്ക് മീനാക്ഷിയെ വിളിപ്പിച്ചാലോ? മുത്തശ്ശൻ, മീനാക്ഷിയെ പറഞ്ഞു വിട്ടതാരാ? ഈ ഇരിക്കുന്നവളല്ലേ? അപ്പോൾ ദേവയാനി പറയാണ്, അവൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ, ഇനിയും ഇടയ്ക്കിടയ്ക്ക് വന്നാൽ മതി, എന്നും വരണ്ട. എന്തായാലും ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്, നയന മോളുടെ വീട്ടിലേക്ക്. അതിനടുത്ത് കുറച്ച് കല്യാണം വിളിക്കാനുണ്ട്. അപ്പോൾ ആദർശിന് മനസ്സിൽ നല്ല പ്രതീക്ഷയായി. മിക്കവാറും ഇനി അവർ തിരിച്ചു വരുമ്പോൾ, മുത്തശ്ശനും മുത്തശ്ശിയും തിരിച്ചു വരുമ്പോൾ നയനയും കൂട്ടുമായിരിക്കും. ജലജയും പറയാണ് ദേവയാനിയോട്, അതായത് അച്ഛനും അമ്മയും പോകുന്നത് അവളെ വിളിക്കാനായിരിക്കും. എങ്കിൽ രക്ഷപ്പെട്ടു. അപ്പോൾ ദേവയാനി പറയാണ്, അച്ഛനും അമ്മയും പോകുന്നതൊക്കെ കൊള്ളാം, തിരിച്ചു വരുമ്പോൾ അവളെ കൂട്ടരുത്. അപ്പോൾ ആദർശ്, അല്ല മുത്തശ്ശനും മുത്തശ്ശിക്കും അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വിളിച്ചോണ്ട് പോരട്ടെ അല്ലേ? നീ നമ്മളായിട്ട് എതിർക്കണ്ട അമ്മേ. ദേവയാനി, അച്ഛനും അമ്മയും എന്ത് തീരുമാനിച്ചാലും നമ്മൾക്കത് എതിർക്കാൻ പറ്റില്ലല്ലോ. നല്ല സന്തോഷത്തോടെ പറയാണ്, എന്നാൽ പിന്നെ എന്താന്ന് വെച്ചാൽ ആയിക്കോ. അല്ല നവ്യ മോളെവിടെ? അപ്പോൾ കനക പറയാണ്, അവൾ മോളി റെസ്റ്റ് ചെയ്യുക, ഞാൻ മോളി കൊണ്ടുപോയി അവൾക്ക് ഭക്ഷണം കൊടുക്കാം. ജയന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്തു വെച്ചോ ദേവയാനി? മുത്തശ്ശി ചോദിക്കുകയാണ്. ദേവയാനി, അല്ല അത് പിന്നെ. അപ്പോൾ അച്ഛൻ പറയാണ്, ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോടാമെന്ന് ഞാൻ കനകയോട് പറഞ്ഞു. ഇത് വേറൊന്നും കൊണ്ടല്ല, അതും കനക തന്നെ ഉണ്ടാക്കണ്ടേ? അടുക്കള പണി ഏറ്റെടുത്തവർ വെയിൽ തട്ടിയിട്ടല്ലേ എണീറ്റത്. അപ്പോൾ ആദർശ് മനസ്സ് കാൽക്കുലേറ്റ് ചെയ്യാണ്, നയന മടങ്ങി വരാതെ ഇവിടെ ഒന്നും നടക്കില്ല. ദൈവമേ, വിഘ്നേശ്വര, ഒരു തടസ്സവും പറയാതെ അവൾ ഇന്ന് തന്നെ വരണേ. അല്ല മുത്തശ്ശനും മുത്തശ്ശിയും എപ്പോഴാണ് നയനയുടെ വീട്ടിലേക്ക് പോകുന്നത്? അത് ഞങ്ങളെ പരിചയക്കാരെ കല്യാണം വിളിക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിനിടയ്ക്ക് സമയം കിട്ടുമ്പോൾ അവിടെയും കയറും. അപ്പോൾ മോള് കൂടെ വരുവാണെങ്കിൽ വരട്ടെ. അത് കേട്ടപ്പോൾ ജലജയും ദേവയാനിയും പരസ്പരം നോക്കുകയാണ്. അവർക്ക് അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ സന്തോഷമായല്ലോ, പിന്നെ അടുക്കള പണിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.